വീട്ടിൽ ഇരുന്ന് സീരിയല് കാണാൻ സമ്മതിച്ച പെണ്ണ് സമ്മതിക്കത്തില്ല. മൂവന്തി ആയപ്പോ അവളങ്ങ് തുടങ്ങി. അവൾക്ക് അവിടെ വേദന ഇവിടെ വേദന. എന്റെ മരുമകളാ പറച്ചിലായിട്ട് തോന്നുന്നു അവൾ ആദ്യത്തെ ഗർഭിണിയെന്ന്. ഏട്ട് പറ്റ എന്റെ അടുത്ത് അവിടെ കടിഞ്ഞൂൽ പ്രസാദിന്റെ വേദന കാണിക്കുന്നത്. എന്റെ ദൈവമേ, ആ സുഖമോ ദേവിയിലെ ആ പെങ്കൊച്ചിന് എന്തോ അവസ്ഥയായി കാണുമോ. സഞ്ചിക്കകത്ത് സ്ഥലം ഉണ്ടായിരുന്ന ടിവിയും കൂടെ എടുത്തോണ്ട് വരായിരുന്നു. അതെങ്ങനെ അങ്ങനെ എന്റെ കെട്ടിയാനോ ഓട്ടോ തപ്പി പോയത്. ഈ ഓട്ടോ ഒന്നും ഇവിടെ കിട്ടിയില്ലയോ? വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, കുട്ടച്ചേട്ടാ ഓട്ടോ കിട്ടിയോ? എടി നീ പറയുമ്പോ പെട്ടെന്ന് കിട്ടുന്നതാണോ ഓട്ടോ? എന്തോ ചെയ്യാനാണ്? ഗർഭിണി കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോണ്ടായോ? എടി കുടുക്കമില്ലാത്തൊരു ഓട്ടോ വേണോന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ വേണ്ടായോ, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലേ? അങ്ങനെ ഒരു ഓട്ടോ എനിക്ക് കിട്ടിയായിരുന്നേ. ഞാൻ അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. അതെന്താ കാര്യത്തിനാ? അല്ല, അവൻ ഏത് ആശുപത്രിയിലാ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ അറിയത്തില്ലായിരുന്നടി. ഓ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ ആരും വിളിക്കത്തില്ല ഫോണ്. നീ അല്ലേടി പറഞ്ഞ സന്ധ്യ കഴിഞ്ഞ ഒറ്റ പെണ്ണുങ്ങളെ ഫോൺ വിളിച്ചേക്കല്ലെന്ന്. ദൈവമേ, എനിക്ക് വയ്യ. ഇതൊരു കഷ്ടം. ഓട്ടം വിളിച്ചോണ്ട് വാ, ഞങ്ങൾ നടന്ന് ഈ വഴി വരെ എത്തിയെന്ന്. ചെയ്യാൻ ഈ ചെറുക്കൻ പുറകിനുണ്ടായിരുന്നില്ല. ഈ ചെറുക്കൻ എന്ത് ചെയ്ത്? ആനന്ദോ, 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 ഒന്ന് വേഗം വാടാ. കൈ അങ്ങ് കിട്ടതേ ഉടനെ അവിടെ വേദന കൊച്ചെത്തിയാടാ. അവള് ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഒറ്റയ്ക്കല്ല, വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ. കുഞ്ഞ്, നീ നല്ലൊരു ഭർത്താവാണോ എന്തരവനെ? ഞാൻ കല്യാണത്തിന് ഒരുങ്ങി അമ്മ കണ്ടില്ലായിരുന്നോ നല്ല ഭർത്താവായിരുന്നു. നീ വേണ്ട ആ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വരാന്. അമ്മ ഞാൻ അവളോട് വരുമായിരുന്നു. അവള് വരുന്ന അണ്ണൻ മുറുക്ക് തിന്നുകൊണ്ട് അവൾക്ക് ചെകുത്തക്കേട് വരുന്നു. അണ്ണൻ മുന്നേ നടന്നു അവള് പറയാൻ വന്നേക്കാന്ന്. അവള് പറഞ്ഞതിനകത്ത് എന്തുവാടാ തെറ്റ്? ചവറ ടൈറ്റാനിയം വരെ ഇടയ്ക്ക് നിർത്തി വെക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവന്റെ വായില ചവാൻ നിർത്തും. അതെങ്ങനെയാ? പെണ്ണിനെ കാണാനെ നാട്ടുകാരും വീട്ടുകാരും പലഹാരം കൊണ്ടുവരും. അത് മൊത്തവും ഇരുന്നിരിപ്പിന് ഇവൻ അങ്ങ് തിന്ന് തീർക്കും. നീ സൂക്ഷിച്ചോ ആനന്ദ. ഈ കണക്കിനാണെങ്കിൽ കൊക്കപ്പുഴു നിന്റെ വയറ്റി ബേക്കറി അതാകുമ്പോ എനിക്ക് ഫ്രീ ആയിട്ട് പപ്സ് തിന്നാമല്ലോ. എന്റെ ദൈവമേ, എന്തോ പറഞ്ഞാലും ഈ ചെറുക്കന് തീറ്റയുള്ളൂ. എടാ, അച്ചാച്ച ഓട്ടോയും കൊണ്ട് വന്നില്ലടാ. ഒരു കാര്യം ചെയ്യാവേ, ഇതുവഴി അങ്ങനെ ഓട്ടോ വരുവാന്നെ കൈ കാണിച്ച് കേറി പോകാം. ഇതിലെ സന്ധ്യ കഴിഞ്ഞപ്പോ ഒരു എലി പോലും ഈ റോഡിൽ കൂടെ ക്രോസ് ചെയ്യത്തില്ല. ഇതിലാണ് ഓട്ടോ വെച്ചാ വരുന്നത്. അമ്മച്ചോട് പറഞ്ഞിട്ടില്ല അച്ചാച്ചനോട് പറയാൻ നമുക്കൊരു കാർ വാങ്ങിക്കാം. മക്കളെ, ഇന്നലെ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു ഒരു കാർ മേടിക്കാമെന്ന്. അപ്പൊ അങ്ങേര് പറയാ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു, അയാൾ അതിന് വീട് മേടിക്കുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞേ. എന്റെ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഓലക്ക 10ന്റെ കാശ് അയാൾ കാണുന്നുണ്ടെങ്കിൽ വല്ല മ്യൂസിയത്തിലും പോയി നോക്കണം. നീ ഒരാണല്ലയോ, നിനക്കൊരു കാർ മേടിച്ചിട്ടായിരുന്നോ? എന്റെ പൈസ ഉണ്ടോ കാർ വാങ്ങിക്കാനും പറ്റി? എന്റെ പൈസ ഉണ്ടോ? എങ്ങനെ പൈസ ഇല്ലാത്ത ആരും കാർ മേടിക്കുന്നില്ലയോ? എങ്ങനെ കാർ വാങ്ങിക്കുന്നത്? ശീശിട്ട് മേടിക്കണമായിരുന്നടാ. ശീശയല്ല, ശൂഷു. ശൂഷു. അമ്മ മാമനോട് ചോദിക്കത്തില്ലായിരുന്നു കാർ ഇട്ട് തരാൻ വേണ്ടി? ഞാൻ അവരോട് മിണ്ടത്തൊന്നുമില്ലല്ലോ. എന്താ കാരണം? അവര് കാർ മേടിച്ച തന്നെ കാരണം. അതുകൊണ്ട് വണ്ടി വരുന്നത് അച്ഛനായിരിക്കണേ. ഓ, വണ്ടി എങ്ങനാടാ നിന്റെ അച്ഛനാവുന്നത്? അയ്യോ, ആ കൗണ്ടറിൽ തന്നെ ആ വണ്ടി അങ്ങ് വളവ് തിരിഞ്ഞ് അങ്ങ് പോയി. ആശുപത്രിയിലാക്കോ പെണ്ണിനെ? അവിടുത്തെ എല്ലാ കാര്യവും നീ നോക്കിക്കോളാം. എല്ലാ കാര്യം നോക്കാം, അവിടെ സൂപ്രണ്ട് ഉണ്ട്. ഞാനെന്താ പറഞ്ഞത്? എടാ, രക്തം വേണമെങ്കിൽ കൊടുക്കണം. രക്തമൊക്കെ ഞാൻ കൊടുക്കാം. എനിക്ക് ഫ്രൂട്ടിയും ബിസ്ക്കറ്റും ഒക്കെ കിട്ടുമല്ലോ. അല്ല, നിന്റെ ഗ്രൂപ്പ് ഏതാടാ? നിന്റെ ശാഗന്തി. നിന്റെ രക്തഗ്രൂപ്പ് ഏതാന്ന്? എന്റെ രക്തഗ്രൂപ്പ് ഓപ്പോസിറ്റീവ്. സ്വഭാവം വെച്ച് നെഗറ്റീവ് ആയിരിക്കണമായിരുന്നു. നെഗറ്റീവ്. അമ്മച്ചി ഒറ്റ എടുത്ത് കാരണം അവർക്ക് ഈ ഗതി ഉണ്ടായത്. എന്റെ ദൈവമേ, നിന്റെ ഭാര്യ ഗർഭിണിയാവുന്ന ഞാൻ കാരണം വന്നടാ. അമ്മ പണയം വെച്ച മാല എന്തിനാ എടുത്തു കൊടുത്തത്? പണയം വെച്ച മാലയും നിന്റെ ഭാര്യയുടെ ഗർഭവും തമ്മിൽ എന്തുകൊണ്ടാ ബന്ധം? അതെടുത്ത് കൊടുത്തില്ലായിരുന്നു, അവള് പണങ്ങി വീട്ടിൽ പോയി നിന്നേനായിരുന്നു. പെണ്ണെന്തിയാടാ പെണ്ണ്? ഓട് വരുന്നു. പിന്നെ പെട്ടെന്ന് വരാനായിട്ട് എന്റെ അമ്മ നമ്മുടെ താലി കെട്ടല്ലേ ഇവിടെ നടക്കുന്നത്? അങ്ങോട്ടേക്ക് ചുമ്മാ ഒന്നാമത് എന്റെ നക്ഷത്രം പോലെ എന്റെ കെട്ടിയോ നിൽക്കുമ്പോഴേ അതേമേ നടക്കണേ. വിടണല്ലോ. അവൾ അമ്മയെ കുറ്റപ്പെടുത്തിയതാ. അമ്മയെ കുറ്റപ്പെടുത്തിയത് അവള്. അയ്യോ അയ്യോ, ഞാനിപ്പ പെറുമേ. നാട്ടുകാരങ്ങനെ കേട്ടു വന്ന് നാട്ടുകാരോട് നമ്മൾ എന്താ പറയും? നാട്ടുകാർ വരുമ്പോ ഞാൻ പറയും ഇവളെന്റെ ഭാര്യ അകത്ത് കിടക്കുന്ന എന്റെ കുഞ്ഞാന്ന്. കൈയടിക്കണം, എല്ലാരും കൈയടിക്കണം. അടുത്ത ദേശീയവാദത്തിലുള്ള കാര്യം ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണം. എല്ലാം നമ്മൾ പോവാൻ